മുൻജന്മ സുഹൃതം കൊണ്ട് മാത്രമാണ് കഴിക്കുന്നത്. അതിന് കാരണമായത് മാധവ മനോജം. ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഓഫീസറുടെ ആ മനസ്സ്, അതിനൊപ്പം ചുക്കാൻ വെച്ചിരുന്ന മനോജും മറ്റുള്ള ആൾക്കാരും. ഒരു ക്ഷേത്രം നമ്മുടെ കേരളത്തിൽ എടുത്തു കഴിഞ്ഞാൽ ഓരോ വർഷവും ഓരോ ക്ഷേത്രങ്ങളിലെ ഉത്സവം എല്ലാവരും ഉണ്ട്. പക്ഷേ ഒരിക്കലും ജനങ്ങൾ മറക്കാത്ത ഏറ്റവും വലിയൊരു ഉത്സവം ഏറ്റുമാനൂരത്തിൻ്റെ ഈ തിരുസന്നിധി നടക്കുകയാണ്. എന്തായാലും സോപാന സംഗീതമാവുന്ന ഈ അനുഷ്ഠാന സംഗീതത്തെ നൃത്തവാദ്യ ഗീത കലകളിൽ കൂടി ദൈവം അർച്ചിച്ച ചൈതന്യം ഏറ്റവും ഉന്നതിയിലെത്തിക്കുന്ന ഒരു ഭാഗം തന്നെയാണ് കൊട്ടിപ്പാടി സേവയുടെ സ്ഥാനം. വാദ്യവും ഗീതവും ചേർന്ന് കൊട്ടിപ്പാടി ദേവനെ സേവിക്കുകയും മുദ്രാങ്കിതമായി അകത്ത് ദേവനിലേക്കുള്ള മന്ത്രങ്ങൾ ഭഗവാനിലേക്ക് എത്തിക്കുകയും ചെയ്യുമ്പോൾ ആ 3 കലകൾ സമ്മേളിച്ച് പൂജ പൂർണ്ണമാവുകയും സോപാനമാകുന്ന തൃപ്പടികൾക്കരികെ നിന്ന് പാടുന്ന സേവയായതുകൊണ്ട് കൊട്ടിപ്പാടി സേവ എന്ന ഈ കലാരൂപത്തെ, അനുഷ്ഠാന കലയെ സോപാന സംഗീതമായി വിളിക്കുന്നു മാത്രം. എന്തായാലും കൽപ്പാന്തകാലത്തോളം ഈ ലോകത്തിൻ്റെ അനുഗ്രഹ ഹേതുത്വം ദേവൻ കൂടിയിരിക്കുന്ന ഈ നിമിഷം ഒരു വർഷത്തിൽ വന്ന ചൈതന്യ ലോകത്തെ ഏറ്റവും ഉന്നതിയിലേക്ക് എത്തിച്ചു നിൽക്കുന്ന ദിവസം, ഭഗവാൻ ആരാടാൻ നിമിഷങ്ങൾ മാത്രമായി നിൽക്കുന്ന ഈ സുവർണ നിമിഷത്തിൽ നമുക്കൊന്ന് പഞ്ചാക്ഷരി മന്ത്രത്താൽ ഭഗവാനെ സേവിക്കാം. ഇവിടെ നിൽക്കുന്ന ഓരോ സജ്ജനങ്ങളും ആ നമഃശിവായ മന്ത്രം അവസാനം ഏറ്റുചൊല്ലണം. അകത്ത് ആറാട്ടുവിളി ചടങ്ങുകൾ ദേവന്റെ പരിവാരങ്ങളെയും വാസന്മാരെയും ഗുരുശേഖരന്മാരെയും 30 കോടി ദേവതാസങ്കല്പത്തിൽ ആരാധിച്ചു വരുന്ന മൂർത്തികളെ ഭഗവാന്റെ വിഗ്രഹത്തിലേക്ക് ലയിപ്പിച്ച് ആറാടാനായിട്ട് കൊണ്ടുപോകാൻ പോവുകയാണ്. ആ ഒരു നിമിഷത്തിലെ പ്രപഞ്ചം മുഴുവൻ ഭഗവാനെ സ്തുതിക്കുന്നു. ഇതിൽ പങ്കെടുക്കുന്ന നിങ്ങൾ എല്ലാവരും മനസ്സ് നിറഞ്ഞുകൊണ്ട് ആ പഞ്ചാക്ഷരി മന്ത്രം കൈകൂപ്പി ജപിക്കണം. അവസാനം ആ മന്ത്രം ജപിക്കുന്നുണ്ട്. നമുക്ക് സോപാന സംഗീതം സമയം കുറവായതുകൊണ്ട് പ്രഭാഷണത്തിലേക്ക് കിടക്കുന്നില്ല. ഭക്തിയോടുകൂടി നിങ്ങൾ ശ്രമിക്കുക. ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ കാതുകളും ഇതിലൂടെ കേൾക്കുമ്പോൾ പ്രണവധ്വനി മുഴങ്ങുന്ന വാദ്യമാകുന്ന ഇടയ്ക്കിലൂടെ പൊട്ടുന്ന നാദം എന്ന് മനോജ് തന്നെയാണ് കിട്ടുന്നത്. അതിൻ്റെ ഒരു ഭാഗ്യമായിട്ട് കാണുന്നു. സോപാന സംഗീതം വന്നു വരുന്ന തലമുറയിൽ അക്ഷരനഗരിയുടെ വാഗ്ദാനമായ ലഹരിയും ചേർന്നുകൊണ്ട് ഏറ്റുമാനൂരത്തിനെ ശ്രമിക്കുകയാണ്. ഭഗവാൻ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ പ്രാർത്ഥന.